ഹലോ, വെൽക്കം ബാക്ക് ടു ഉസ്മാനിയ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ വർക്ക് ചെയ്യുന്ന എൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾ സ്റ്റാഫിലെല്ലാവരും കൂടി ഒരു ടൂർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൂറിൻ്റെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുതേ. നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം രാത്രി ഒരു 12 മണി ആവാൻ നേരത്താണ് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ ബസ്സിൽ കയറിയിട്ടുണ്ട്. കുറച്ച് ദൂരം മുന്നോട്ട് പോയപ്പോഴേക്ക് തന്നെ നമ്മൾ പാട്ടൊക്കെ വെച്ച് ഡാൻസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്ത ഒരു രാത്രിയായിരുന്നു കേട്ടോ. എല്ലാവരും തകർത്ത് ഡാൻസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നെ എപ്പോഴോ ഏത് സമയത്താണെന്നൊന്നും ആർക്കും ഓർമ്മയില്ല, എപ്പോഴോ പാതിരാത്രിക്ക് എല്ലാവരും കിടന്നുറങ്ങി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉറങ്ങി പിന്നെ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ബസ്സിൽ കൂടെയുള്ള ആരെയും കാണുന്നില്ല. പഠിച്ചവൻ എന്നെ കൂട്ടാതെ ഇവരൊക്കെ ഇവിടെ പോയി എന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കൂടെ ഉള്ളവരൊക്കെ ഓരോ സൈഡിലായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറേ പേര് ചായ കുടിക്കുന്നുണ്ട്, കുറേ പേര് ഇങ്ങനെ നടക്കുന്നുണ്ട്, കുറേ പേര് എന്തോ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടുത്തേക്കൊക്കെ പോയി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ എന്തായാലും വേഗം ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ നമ്മളെ ബസ്സിൻ്റെ തൊട്ട് സൈഡിലുണ്ടായിരുന്ന ചായക്കടയിലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ അവിടുന്ന് ഒരു ചായ ഓർഡർ ചെയ്ത് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ചായ കിട്ടിയിട്ടുണ്ട്. വളരെ കുഞ്ഞു കപ്പിൽ വളരെ ക്വാണ്ടിറ്റി കുറച്ച് നല്ല രസമുള്ള ചായ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിലേക്കാളും റേറ്റ് ഉണ്ട് ഇവിടെ ഇത്രയും ചെറിയ ക്വാണ്ടിറ്റിയുള്ള ചായക്ക്. എന്നാലും ഇതെങ്കിലും കിട്ടിയല്ലോ എന്നുള്ള സന്തോഷത്തിൽ നമ്മൾ കിട്ടിയ ചായ എന്തായാലും കുടിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു തണുപ്പത്ത് ഈ ഒരു ചൂടുള്ള ചായയും കുടിച്ച് അങ്ങനെ നിൽക്കുന്ന നല്ലൊരു രസമായിരുന്നു കേട്ടോ. അങ്ങനെ അങ്ങനെ ചുറ്റുപാടും നോക്കി ആ ഉറക്കുന്ന എണീറ്റിട്ടുള്ള ആ ഒരു മന്തിപ്പൊക്കെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കൂടുള്ളവരൊക്കെ എവിടെയോ ഒരു വാട്ടർഫോൾ ഉണ്ട്, അത് കാണാൻ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ട് എവിടെയെങ്കിലും ഒരു വാട്ടർഫോൾ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ ഒന്നും അറിയാണ്ട് ഇങ്ങനെ മുന്നോട്ട് നടക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ നാടിനെ പറ്റിയിട്ടോ ഇവിടെയുള്ള വാട്ടർഫാളിനെ പറ്റിയിട്ടോ യാതൊരു അറിവില്ല. എന്നാലും കണ്ടാലോ എന്നുള്ളൊരു വിശ്വാസത്തിൽ നമ്മളങ്ങനെ മുമ്പോട്ട് നടന്നതാണ്. അങ്ങനെ മുമ്പോട്ട് നടക്കും തോറും ഒരു വെള്ളത്തിൻ്റെ സൗണ്ട് കേട്ടപ്പം ആ ഒരു സൗണ്ട് ലക്ഷ്യമാക്കി അങ്ങനെ നടന്നതേനു. അങ്ങനെ ലാസ്റ്റ് നമ്മളിതാ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. വെള്ളച്ചാട്ടം കാണാൻ നല്ല ഭംഗിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കണം നമുക്ക് നല്ല ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഉറങ്ങി എണീറ്റിട്ടുള്ള നമ്മുടെ ആ ഒരു ലുക്ക് നമുക്ക് തന്നെ സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മളെന്തായാലും ആരും ഫോട്ടോ അങ്ങനെ കൂടുതലായിട്ട് സ്വന്തം എടുക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടില്ല കേട്ടോ. നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതെന്നല്ലാതെ നമ്മളെ ഫോട്ടോസ് കാര്യമായിട്ട് എടുക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് നേരം നമ്മൾ അവിടെ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ തിരിച്ച് നേരെ നമ്മൾ ബസ് ഇറങ്ങിയിട്ടുള്ള ആ ഒരു ഏരിയയിലേക്ക് തന്നെ പോവാണ് കേട്ടോ ഉണ്ടായിരുന്നത്. ആ ഒരു ഏരിയയിൽ ഇങ്ങനെ കുറേ സൈഡിൽ ഇങ്ങനെ നമ്മുടെ കൂളിംഗ് ഗ്ലാസ്, ക്യാപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവർ വിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലൊക്കെ കുറേ പേരിങ്ങനെ നമ്മുടെ കൂടെയുള്ള കുറേ സ്റ്റാഫുകളൊക്കെ അതൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്, വാങ്ങിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് നേരെ ബസ്സിൽ കയറി നേരെ ഹോട്ടലിലേക്കാണ് കേട്ടോ പോകുന്നത്. നമ്മൾ ഫ്രഷ് ആയിട്ടില്ല, ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടില്ല. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് ജസ്റ്റ് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ഹോട്ടലിലേക്ക് പോവാണ്. അപ്പം നേരത്തെ നമ്മൾ ചായ കുടിച്ചപ്പോൾ പല്ല് തേച്ചോന്നൊന്നും ആരും ചോദിക്കാൻ നിൽക്കണ്ട, പല്ലൊന്നും തേച്ചിട്ടില്ല. ഉറങ്ങി എണീറ്റ് ആ ഒരു ഇതിൽ പോയിട്ട് ചായ കുടിച്ചതാണ് കേട്ടോ സത്യം പറഞ്ഞാൽ. അങ്ങനെ ഇനി എന്തായാലും നമ്മളിതാ ഹോട്ടൽ ലക്ഷ്യമാക്കി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫൈനലി നമ്മൾ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ഹോട്ടലിൽ നമ്മൾ കുറേ റൂംസ് ഒന്നും എടുത്തിട്ടില്ല, കുറച്ച് റൂംസേ എടുത്തിട്ടുള്ളൂ. ആ കുറച്ച് റൂംസ് തന്നെ ഏകദേശം 5-10 ആളുകളാണ് കേട്ടോ ഒരു റൂമിലുള്ളത്. അപ്പോൾ ആകെ 1 അവറാണ് നമുക്ക് ടൈം ഉണ്ടായിരുന്നത്. ഈ 1 അവറിനുള്ളിൽ ഈ 10 പെൺകുട്ടികൾ, ഏറ്റവും പ്രധാനപ്പെട്ടത് പെൺകുട്ടികളാണെന്നുള്ളതാണ്, 10 പെൺകുട്ടികൾ 1 മണിക്കൂർ കൊണ്ട് ഒരു ബാത്റൂം വെച്ചിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഫ്രഷായിയൊക്കെ വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ടാസ്ക് ആയിട്ടായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഒത്തൊരുമ ഉണ്ടെങ്കിൽ ഒലക്കമേലും കിടക്കാമെന്നൊക്കെ പണ്ടുള്ള ആൾക്കാർ പറയല്ലേ. പക്ഷേ നമ്മൾ എന്താ പറയുക 1 അവറിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ 10 ആളും ഡ്രസ്സൊക്കെ മാറി ഫ്രഷായി നല്ല അടിപൊളിയായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ശരിക്കും വിശ്വസിക്കാൻ പറ്റണില്ലായിരുന്നു 1 മണിക്കൂർ കൊണ്ട് ഇത്ര ആൾക്കാർക്ക് ഒരൊറ്റ ബാത്റൂം ഒരു റൂമിൽ വെച്ചുകൊണ്ട് ഇത്രയും പെട്ടെന്ന് ഫ്രഷ് ആവാൻ പറ്റുമെന്നുള്ളത് മനസ്സിലാക്കിയത് ഞാൻ ഈ ഒരു ടൂറിലാണ് കേട്ടോ. എന്തായാലും അങ്ങനെ നമ്മൾ ഫ്രഷായി വന്നതിന് ശേഷം നമ്മളെല്ലാവരും കൂടെ നമ്മളെ ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് കുറേ വിഭവങ്ങളുണ്ട്. ഇഡ്ഡലി ഉണ്ട്, പൂരി ഉണ്ട്, ദോശ ഉണ്ട്. അപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇഡ്ഡലിയാണ്. ഇഡ്ഡലിയും സാമ്പാറും ചട്ടണിയും ചായയും. അങ്ങനെ നമ്മളതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം നേരെ നമ്മളെ ലൊക്കേഷനിലേക്ക് പോവാണ്. അപ്പോൾ ഞാൻ എവിടേക്കാണ് പോകണം എന്നുള്ളതൊന്നും കറക്റ്റ് നിങ്ങളോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ തംബ്നെയിലും നമ്മുടെ
ടൈറ്റിലൊക്കെ കണ്ടപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എവിടേക്കാണ് വന്നിട്ടുള്ളത് എന്നുള്ളത്. ഞങ്ങൾ വന്നിട്ടുള്ളത് കൊടൈക്കനാലിലേക്കാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് ഒരു വ്യൂ പോയിൻ്റ് കാണാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മളിതാ നമ്മളെ ഫസ്റ്റ് ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മളിതാ ബസ്സിൽ നിന്ന് എല്ലാവരും ഇറങ്ങി അങ്ങനെ ജാക്കറ്റൊക്കെ ഇട്ട് സെറ്റായി അങ്ങനെ നമ്മൾ വ്യൂ പോയിന്റിലേക്ക് പോവുകയാണ്. നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ നല്ല മഞ്ഞിങ്ങനെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. ശരിക്കും കോട ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കോടമഞ്ഞ് എന്നുള്ള ഒരു പാട്ടില്ലേ, കോടമഞ്ഞിനോ തായ് വരൈ, ആ ഒരു പാട്ടിന് പറ്റിയുള്ള ഒരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ എത്തിയ സമയത്ത് നല്ല രസമായിരുന്നു. ആ ഒരു കോടമഞ്ഞ് വിൽക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾ പൈൻ ഫോറസ്റ്റിൻ്റെ ഇടയിൽ കൂടെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ആ സമയത്ത് ആ ഒരു പാട്ട് അവിടെ വെച്ച് പാടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞാനതൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറേ മുമ്പ് എടുത്തിട്ടുള്ള വീഡിയോ ആണ് ഇത്. സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി കുറേ ഡിലേ ആയതാണ്. ഡിലേ ആവാൻ കാരണം നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും. എൻ്റെ ഫാമിലിയിൽ നമ്മളെ വീഡിയോസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ ഫാമിലിയിൽ അടുപ്പിച്ച് കുറേ പരിപാടീസ് വന്നു. കുറേ കല്യാണം, നിക്കാഹ്, എൻഗേജ്മെൻറ്റ് അങ്ങനെയൊക്കെ ആയിട്ട് കുറേ പരിപാടികൾ അടുപ്പിച്ച് വന്നപ്പോൾ ഈ ഒരു വീഡിയോ ശരിക്കും എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള ടൈം കിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പം ഈ ഒരു വീഡിയോ അങ്ങനെ പെൻഡിങ്ങിൽ അങ്ങനെ വെച്ചപ്പോൾ ലാസ്റ്റാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ഡിലേ ആയത്. അതുകൊണ്ട് തന്നെ ആ ഒരു വീഡിയോ ഒക്കെ എനിക്ക് ക്ലിപ്സൊക്കെ മിസ്സിങ് ആയി. അതുകൊണ്ട് ആ ഒരു ക്ലിപ്പ് ഇതിൽ ഇൻക്ലൂഡ് ആവാത്തത്. അങ്ങനെ നമ്മൾ എന്തായാലും ആ ഒരു ഏരിയയിൽ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും കുറേ പേര് റീൽസൊക്കെ എടുത്ത് നമ്മളിതിന് വ്യൂ പോയിൻ്റ് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ വ്യൂ പോയിന്റിലേക്ക് എൻട്രി ഫീ ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തത് വ്യൂ പോയിന്റിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ വ്യൂ പോയിൻ്റ് എന്നൊക്കെ സ്പെഷ്യലി പേരൊക്കെ ഇട്ട് വിളിക്കുമ്പോൾ നമ്മൾ എന്തായാലും വ്യൂ പോയിന്റിൽ എന്തെങ്കിലും കുറച്ച് വ്യൂസൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണല്ലോ നമ്മൾ ചെല്ലുന്നത്. പക്ഷേ എൻ്റെ എല്ലാ പ്രതീക്ഷകളും അടപടലും മൂഞ്ചിയ ഒരു വ്യൂ പോയിൻ്റ് ആയിരുന്നു കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ. എനിക്ക് മാത്രമാണ് അങ്ങനെ തോന്നിയതെന്നുള്ളത് എനിക്കറിയില്ല. അതിൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഞാൻ എന്തായാലും ഒരുപാട് എക്സ്പെക്റ്റേഷനോട് കൂടിയിട്ടാണ് ഈ ഒരു വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാനിതാ ഓടി ഈ ഒരു വ്യൂ പോയിന്റിലെ വ്യൂ കാണാൻ വേണ്ടിയിട്ട് ഓടി എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇവിടുന്ന് നോക്കിയപ്പോൾ കാണുന്നത് ഇതാണ്. ഇതെന്താ സംഭവം എന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായില്ല. ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ വീടിൻ്റെ അടുത്ത് തൊട്ടടുത്തുള്ളൊരു പാടത്തേക്ക് നോക്കുന്ന ഒരു ഫീലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനിയിപ്പം ഞാൻ ആ വ്യൂ പോയിൻറ്റിൻ്റെ കറക്റ്റായിട്ടുള്ള ആ ഒരു സ്പോട്ട് നല്ല അത് നോക്കാത്തത് കൊണ്ടാണോ, ഇനി അതല്ല ഞാൻ നോക്കിയത് മാറിപ്പോയതാണോ എന്താണെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഈ വ്യൂ പോയിന്റിൽ എത്തിയിട്ട് അങ്ങനെ വ്യൂ പോയിന്റ് എന്ന് പ്രത്യേകം പേരിട്ട് വിളിക്കാൻ മാത്രമുള്ളൊരു വ്യൂ ഒന്നും എനിക്കിവിടെ എത്തിയിട്ട് സത്യം പറഞ്ഞാൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് പിന്നെയും ഇവിടെ അടിപൊളിയായിട്ട് തോന്നിയിട്ടുള്ള ആ ഒരു കോടമഞ്ഞും ആ ഒരു പൈൻ ഫോറസ്റ്റുമാണ് കേട്ടോ. അതെനിക്ക് അടിപൊളിയായിട്ട് തോന്നി. പക്ഷേ വ്യൂ പോയിന്റിലെ വ്യൂ എന്താണെന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങുന്നത് വരെ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ഇവിടെ ഒരു ഹൈറ്റിൽ കുറേ സ്റ്റെപ്പൊക്കെ വെച്ചിട്ട് ഒരു വ്യൂ കാണുന്നൊരു ഏരിയ ഉണ്ട്. അതിനെന്താ പറയാൻ എനിക്കറിയില്ല. അവിടുന്ന് ഞാൻ നോക്കിയിട്ട് പ്രത്യേകിച്ച് കുറച്ച് പുല്ലൊക്കെ കണ്ടെന്നല്ലാതെ വേറൊരു വ്യൂ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ എന്തായാലും ഫസ്റ്റത്തെ ലൊക്കേഷൻ തന്നെ എനിക്ക് എന്താ പറയുക, ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത അത്ര എത്തിയില്ലാന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ അവിടുന്ന് പിന്നെ നമ്മൾ നേരെ പോയിട്ടുള്ളത് പൈൻ ഫോറസ്റ്റിലേക്കാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തത് പൈൻ ഫോറസ്റ്റിലാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ നല്ല രസമായിരുന്നു കേട്ടോ. ശരിക്കും നമ്മൾ ഇവിടെ എത്തിയ സമയത്ത് നമ്മൾ കേരളത്തിൽ നിന്ന് കൊടൈക്കനാലിൽ എത്തിയോ എന്നുള്ള കാര്യത്തിൽ സംശയമായിരുന്നു. കാരണം ഇവിടെ ഫുള്ള് മലയാളികളായിരുന്നു. ഒരു മലയാളിക്ക് മറ്റൊരു മലയാളിനെ കണ്ടാൽ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുമെന്നുള്ളത് എനിക്ക് മനസ്സിലായത് ഇവിടെ എത്തിയപ്പോഴാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ. കാരണം ഇവരുടെ ലാംഗ്വേജ്, ഇവർ പാട്ട് പാടുന്നത്, ഇവരുടെ സംസാരമൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് മലയാളികളാണല്ലോ. പിന്നെ ഒരു മലയാളിക്ക് മറ്റൊരു മലയാളിനെ കാണുമ്പോൾ ഉള്ളിലൊരു പ്രത്യേക ഒരു സന്തോഷം ഉണ്ടാവില്ല. ആ ഒരു സന്തോഷമായിരുന്നു കേട്ടോ ഈ ഒരു നാട്ടിൽ വന്നിട്ട് മലയാളികളെ കണ്ടപ്പോൾ. അപ്പോൾ നമ്മളിവരെങ്ങനെയാണ് മനസ്സിലാക്കിയെന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ കുറച്ചും കൂടി മുമ്പോട്ട് പോകുമ്പോൾ മനസ്സിലാവും കേട്ടോ. എങ്ങനെയാണ് നമ്മൾ ഈ മലയാളികളെ തിരിച്ചറിഞ്ഞതെന്നുള്ളത്. ഈ ഒരു സൗണ്ട് കേട്ടിട്ട് നിങ്ങൾ ആരും പേടിക്കേണ്ട. ഇത് ഒരു മലയാളി മറ്റൊരു മലയാളിയെ തിരിച്ചറിയുന്ന മൊമെൻ്റാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഒരു സൗണ്ട് ഉണ്ടാക്കും. അപ്പോൾ അവരതിന് ഓപ്പോസിറ്റായിട്ട് അവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സൗണ്ട് ഉണ്ടാക്കും. അങ്ങനെ മലയാളികൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇവിടുന്ന് നമ്മൾ കുറേ സമയം ഇവിടുന്ന് ഫോട്ടോസും വീഡിയോസും റീൽസൊക്കെ എടുത്ത് നമ്മൾ ഈ പൈൻ ഫോറസ്റ്റിൽ നിന്ന് ഇറങ്ങുവാണ്. പൈൻ ഫോറസ്റ്റിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അവിടെ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ ഇത്. അവിടെ നമ്മൾ ഈ ചോളൊക്കെ വിൽക്കുന്ന കുറേ ഷോപ്പുകളുണ്ട് ഈ പൈൻ ഫോറസ്റ്റിൻ്റെ ആ ഒരു ഏരിയയിൽ. അവിടെ നിറയെ കുരങ്ങന്മാരുണ്ട്. നമ്മൾ ഈ ചോളൊക്കെ കഴിച്ചിട്ട് വരുന്ന ബാക്കിയുള്ള ആ ഒരു പാർട്ടില്ലേ, അതെടുത്തിട്ട് ഈ കുരങ്ങന്മാരിങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. പിന്നെ ചില ആളുകൾ ഇതേപോലെ
ചോളം കഴിച്ചിട്ട് വരുന്ന ആ ഒരു ബാക്കി ഭാഗം അതേപോലെ കുരങ്ങന്മാർക്ക് ഇങ്ങനെ കയ്യിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് കുരങ്ങന്മാരെ പേടിയും ചോളത്തിനോട് വലിയൊരു താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു സാഹസത്തിനൊന്നും മുതിർന്നിട്ടില്ല കേട്ടോ. അപ്പോൾ മറ്റുള്ളവർ ചെയ്യുന്ന സാഹസം അങ്ങനെ നോക്കി നിന്ന് കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ കുറച്ച് നേരം ഇതൊക്കെ നോക്കി നിന്നിട്ട് പിന്നെ നമ്മൾ നേരെ ബസ്സിൽ കയറി നേരെ പോയിട്ടുണ്ടായിരുന്നു നമ്മളെ ഹോട്ടലിലേക്കാണ്. കാരണം നമ്മളെ വ്യൂ പോയിൻറ്റും പൈൻ ഫോറസ്റ്റൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് തന്നെ ഉച്ചയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ലഞ്ചിന് ഉണ്ടായിരുന്നത് ബിരിയാണി ആയിരുന്നു. അങ്ങനെ നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ച് പിന്നെ നേരെ പോയിട്ടുണ്ടായിരുന്നത് ബോട്ടിംഗ് സർവീസൊക്കെ ഉള്ള ഒരു ഏരിയയിലേക്കാണ്. അപ്പോൾ ഇവിടെ എത്തിയ സമയത്ത് നല്ല രസമായിരുന്നു കേട്ടോ വ്യൂ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ആ ഒരു ക്ലിപ്പൊന്നും എൻ്റെ കയ്യിലില്ല, കാരണം എൻ്റെ ഫോൺ അപ്പോഴേക്ക് ചത്തുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതൊന്നും ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നല്ല രസമായിരുന്നു കേട്ടോ. ശരിക്കും പറയുന്നത് നമ്മളെ കോഴിക്കോട്ടുകാർക്ക് ശരിക്കും മാനാഞ്ചിറ സ്ക്വയർ പോലെ, ശരിക്കും മാനാഞ്ചിറ സ്ക്വയറിനെക്കാട്ടിലും വേറൊരു എക്സ്ട്രീം ലെവലാണ് ഇത്. പക്ഷേ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ 4 ഭാഗത്തും ഇങ്ങനെ മതിലുകൊണ്ട് ചുറ്റിയിട്ട് സെൻറ്ററിൽ ഇങ്ങനെ വെള്ളം വരുന്നത് കാണുമ്പോൾ നമ്മുടെ മാനാഞ്ചിറ സ്ക്വയറാണ് ഓർമ്മ വന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു കേട്ടോ ഏകദേശം എങ്ങനെയാണെന്ന് നിങ്ങൾക്കൊരു രൂപം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ ഇങ്ങനെ 4 ഭാഗവും ഇങ്ങനെ ചുറ്റും മതിലൊക്കെ വെച്ചിട്ടുള്ള ഒരു വലിയൊരു കുറച്ച് നമ്മൾ മാനാഞ്ചിറ സ്ക്വയറിനേക്കാളും കുറച്ചും കൂടി വലിയ ഒരു ഏരിയ ആണിത്. പക്ഷേ ഇവിടെ നമ്മളെ സ്ക്വയറിനേക്കാളിലും ഡിഫറെൻ്റ് ആയിട്ട് ഇവിടെ ബോട്ടിംഗ് സർവീസൊക്കെ ഉണ്ട്. പിന്നെ കുറേ പേര് ഇവിടെ ബോട്ടിംഗ് സർവീസ് നടത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ കൂടെയുള്ള സ്റ്റാഫുകളിൽ തന്നെ പലരും ബോട്ടിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ കയറാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ മറ്റുള്ളവർ ബോട്ടിൽ കയറണതൊക്കെ നോക്കി അങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്ക് തന്നെ ഫുള്ള് കോടമഞ്ഞിറങ്ങി. ശരിക്കും നമ്മുടെ ഈ ഒരു വെള്ളം ഏതാണ് റോഡ് ഏതാണ് എന്നുള്ളത് മനസ്സിലാവാത്തൊരവസ്ഥയിലെത്തിപ്പോയി, കാരണം അത്രയും മഞ്ഞിറങ്ങി. അങ്ങനെ പിന്നെ നമ്മളിങ്ങനെ നടക്കുന്ന വഴിക്ക് ഒരു കുഞ്ഞു പാർക്ക് കണ്ടപ്പോൾ അവിടെ കയറി അങ്ങനെ ഊഞ്ഞാലൊക്കെ ആടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് കുറച്ച് പർച്ചേസൊക്കെ ചെയ്തിട്ട് നമ്മൾ നേരെ നമ്മളെ ബസ് നിർത്തിയിട്ടിട്ടുണ്ടായിരുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഓരോരുത്തരായിട്ട് ബസ്സിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏകദേശം ഒരു ഈവനിങ് ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി പിന്നെ ഡിന്നറും കഴിച്ചിട്ടാണ് ഇവിടുന്ന് നാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരും വരാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ആദ്യം കയറിയവരൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബോട്ടിൽ കയറിയവരൊക്കെ ലാസ്റ്റാണ് എത്തിയിട്ടുണ്ടായിരുന്നത്, കാരണം അവർ ബോട്ടിലൊക്കെ കയറി കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്ത് അങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ എല്ലാവരും എത്തിക്കഴിഞ്ഞ് നമ്മൾ ഡിന്നറൊക്കെ കഴിച്ച് നമ്മളിനി നാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. അങ്ങനെ ബസ് കുറച്ച് ദൂരം മുമ്പോട്ട് പോകാൻ തുടങ്ങിയപ്പോഴേക്ക് തന്നെ നമ്മളിതാ പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഡാൻസ് ചെയ്ത് ടയേർഡായപ്പോൾ പിന്നെ ഇവിടെ അന്താക്ഷരി കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല രസമായിരുന്നു കേട്ടോ അന്താക്ഷരിൻ്റെ ആ ഒരു വൈബ്, നല്ല രസമായിരുന്നു. അങ്ങനെ അന്താക്ഷരിയൊക്കെ കഴിഞ്ഞ് എപ്പോഴോ വീണ്ടും നമ്മൾ ഉറങ്ങിപ്പോയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഏകദേശം പുലർച്ചെ ആയപ്പോഴാണ് നമ്മൾ തിരിച്ച് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. നല്ല രസമായിരുന്നു കേട്ടോ. എനിക്ക് ഈ ഒരു ടൂറിൽ ഏറ്റവും ഇഷ്ടമായിട്ടുണ്ടായിരുന്നത് ഈ ഒരു ബസ്സിലെ കുറച്ച് മൊമെൻറ്റ്സ് ആയിരുന്നു. പിന്നെ ആ ഒരു പൈൻ ഫോറസ്റ്റും എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. അങ്ങനെ പിന്നെ നമ്മളിപ്പം ഏകദേശം കോഴിക്കോട് എത്താറായിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ എണീറ്റ് ബാഗൊക്കെ എടുത്ത് സെറ്റാക്കുന്നുണ്ട്. അങ്ങനെ ഇനി നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ വീഡിയോയിലെ വിശേഷങ്ങൾ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.